ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ഈ മാസം 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത്. കൊളംബിയ, അർജന്റീന എന്നിവരാണ് ബ്രസീലിന്റെ എതിരാളികൾ. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ ഡൊറിവാൽ ജൂനിയർ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇടം നേടാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് നെയ്മർ മടങ്ങിയെത്തുന്നത്. അത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എസ്റ്റവായോ വില്യൻ ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിലെ സ്ഥിര സാന്നിധ്യമാണ്. കേവലം 17 വയസ്സുള്ള ഈ താരം സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കൂടുതലായിട്ട് ബ്രസീലിയൻ ടീമിൽ അവസരം ലഭിക്കുന്നത്. ഏതായാലും നെയ്മർക്കൊപ്പം ഈ ഒരു ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞതിൽ എസ്റ്റവായോ വില്യൻ ഒരുപാട് സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നെയ്മർ തന്റെ ഐഡോളാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എസ്റ്റവായോ വില്യന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്രസീൽ ടീമിലേക്കുള്ള ഈ തിരഞ്ഞെടുപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സ്പെഷ്യലാണ്. കാരണം നെയ്മർ എൻ്റെ ഐഡോളാണ്. കുട്ടിക്കാലം മുതലേ എൻ്റെ റെഫറൻസ് ആണ്. അദ്ദേഹത്തോടൊപ്പവും മറ്റു താരങ്ങളോടൊപ്പവും ജോയിൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അവരിൽ നിന്നും പഠിക്കാൻ കഴിയുന്ന അത്രയും കാര്യങ്ങൾ ഞാൻ പഠിക്കുക തന്നെ ചെയ്യും. ഇതാണ് എസ്റ്റവായോ വില്യൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സമീപകാലത്ത് മികച്ച പ്രകടനമാണ് എസ്റ്റവായോ വില്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രസീലിയൻ ലീഗിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിക്കൊണ്ട് മാറാൻ എസ്റ്റവായോ വില്യന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. വരുന്ന സമ്മറിൽ അദ്ദേഹം ചെൽസിയിലേക്ക് എത്തും. ചെൽസി അദ്ദേഹത്തെ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നെയ്മർക്കും വില്യനും ഒരുമിച്ച് കളിക്കളത്തിൽ കളിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ബ്രസീലിയൻ ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.